ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊൽക്കത്തയിൽ ആദ്യ റോഡ് ഷോയിൽ മോദി പങ്കെടുക്കും. 2 ദിവസത്തേക്കാണ് പ്രധാനമന്ത്രി ബംഗാളിൽ സന്ദർശനം നടത്തുന്നത്. ബരാസത്ത് മണ്ഡലത്തിലെ അശോക് നഗറിൽ പൊതുയോഗത്തിൽ മോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ജാവത്പൂർ മണ്ഡലത്തിലെ ബരൈപൂരിലെ തെരഞ്ഞെടുപ്പ് റാലിയിലും മോദി പങ്കെടുക്കും. ജൂൺ 1-നാണ് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പിന്നാലെ ധ്യാനമിരിക്കാൻ പ്രധാനമന്ത്രി. കന്യാകുമാരിയിലാണ് പ്രധാനമന്ത്രി 2 ദിവസത്തെ ധ്യാനത്തിന് പോവുക. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, എന്നത്തേക്കാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലെത്തുക? ആര്യ, നമുക്കറിയാം 1-ാം തീയതിയാണ് 7-ാം ഘട്ടം, അതായത് അവസാന ഘട്ടം വോട്ടെടുപ്പ് നടക്കുക. അതിലെ 30-ാം തീയതി നിശബ്ദ പ്രചരണം, 30-ാം തീയതി പരസ്യ പ്രചരണം അവസാനിക്കും. 31-ന് നിശബ്ദ പ്രചരണമാണ്. 30-ാം തീയതി പരസ്യ പ്രചരണത്തിന് ശേഷം നരേന്ദ്രമോദി കന്യാകുമാരിയിലേക്ക് എത്തും. കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ 31-ന് രാവിലെ മുതൽ 1-ാം തീയതി വൈകുന്നേരം വരെ ധ്യാനമിരിക്കുമെന്നാണ് ഇപ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. മോദി ഈ 2 ദിവസം, അതായത് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം 30-ാം തീയതി എത്തും. 30-ന് വൈകുന്നേരം തന്നെ കന്യാകുമാരിയിലെത്തി 31-ന് രാവിലെ തിരുവനന്തപുരം വഴി കന്യാകുമാരിയെത്തിന് ശേഷം രാവിലെ മുതൽ ധ്യാനമിരിക്കാനാണ് ഇപ്പോൾ തീരുമാനം. നമുക്കറിയാം 2019-ലെ പൊതുതെരഞ്ഞെടുപ്പിന് അവസാന ഘട്ടത്തിന് ശേഷവും കേദാർനാഥിൽ നരേന്ദ്രമോദി 3 ദിവസം ധ്യാനമിരുന്നിരുന്നു. അന്നത് വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. അദ്ദേഹം 2019-ലെ അതേ കാര്യം തന്നെ 2024-ലും ആവർത്തിക്കുകയാണ്. കേദാർനാഥിലായിരുന്നു 2019-ൽ എങ്കിൽ 2024-ൽ അദ്ദേഹം അത് കന്യാകുമാരി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. വിവേകാനന്ദ പാറയുടെയൊക്കെ ഐതിഹ്യവും ചരിത്രവും ഒക്കെ നമുക്കറിയാം. ഏറെ തീർത്ഥാടകരൊക്കെ എത്തുന്ന, ഏറെ ആളുകൾ കാണുന്ന ഒരു പ്രദേശമാണ് വിവേകാനന്ദ പാറ. അത് ഇത്തവണ തിരഞ്ഞെടുക്കുന്നതിലൂടെ പ്രത്യേക ലക്ഷ്യങ്ങളും ഒരുപക്ഷെ മോദിക്കും BJPക്കും മറ്റും ഉണ്ടാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ മോദി ധ്യാനമിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് തവണ കാണിച്ചാണ്. അത് അവസാനവട്ട തെരഞ്ഞെടുപ്പിനെയൊക്കെ സ്വാധീനിച്ചു എന്ന തരത്തിലൊക്കെ അന്ന് ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ അത്തരം ലക്ഷ്യങ്ങളും BJPക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്കറിയാം 7 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, പുരോഗമിക്കുന്നത്. ഇതിൽ 7-ാം ഘട്ടത്തിന് ശേഷം 7 തൊട്ട് മുൻപാണ് മോദി ഇത്തരത്തിൽ ധ്യാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇരു മുന്നണികളും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. അവസാന വട്ടമായപ്പോഴേക്കും ഇന്ത്യ മുന്നണി വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ഈ ഇത്തരത്തിൽ 400+ എന്ന ഒരു ലക്ഷ്യത്തിലോടുകൂടി മോദിയും BJPയും മുന്നോട്ട് പോകുമ്പോൾ അതൊരു ആത്മീയ തലം കൂടി അതിലേക്ക് കൂടി കടക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സ്വാഭാവികമായും ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടുന്ന പശ്ചാത്തലമുണ്ടാകും. ദക്ഷിണേന്ത്യ നമുക്ക് ഇതുമായി വലിയ ശ്രദ്ധാകേന്ദ്രമാകും. ഈ തവണ നമുക്ക് തെരഞ്ഞെടുപ്പിൽ അറിയാം BJP ഏറെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ദക്ഷിണേന്ത്യയിലെ, തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കർണാടകത്തിലെയും ആന്ധ്രയിലെയും അടക്കമുള്ള ഏതാണ്ട് 150ഓളം ലോക്സഭാ സീറ്റുകളിലായിരുന്നു. അവിടെയൊക്കെ വലിയ വിജയം നേടുമെന്ന ആത്മവിശ്വാസം BJP പ്രകടിപ്പിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് പ്രധാനമന്ത്രിയും BJPയും പോകുന്നത് എന്നുള്ളതാണ്. അത് ഇത്തവണത്തെ ധ്യാനത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് കന്യാകുമാരിയാണ് എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ആര്യ, തീർച്ചയായും രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.